മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 21. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം ദൈവപ്രവർത്തികൾ നടന്നു. കർത്താവിന് സ്തോത്രം. അതിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു മകന് ബാധിച്ച പൈശാചിക ശക്തി ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ സൗഖ്യമാക്കാൻ കഴിയാതെ അവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവരിക. അവരവനോട് പറയുകയാണ്, സ്തോത്രം, എൻ്റെ മകൻ്റെ പ്രോബ്ലമാണ്, അവർക്കത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം യേശു അവനിൽ വ്യാപരിച്ച ദുരാത്മാവിനെ പുറത്താക്കി. ശിഷ്യന്മാർ അത് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് രഹസ്യമായിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് അതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത്? കർത്താവിൻ്റെ മറുപടി, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. അപ്പം നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ മത്തായി സുവിശേഷം എഴുതുമ്പം സ്തോത്രം പ്രാർത്ഥന എന്ന വിഷയത്തിന് മുൻതൂക്കം കൊടുത്താണ് മത്തായി എഴുതിയത്. സ്തോത്രം. മത്തായിയുടെ ഈ സുവിശേഷത്തിനകത്ത് മത്തായി ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മറ്റൊരു ഭാഗത്തുണ്ട്, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വേറൊരു ഭാഗത്തുണ്ട്, നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. ഇവിടെ ഒരു പിതാവ് തൻ്റെ മകൻ്റെ ലൈഫിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വരിക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മീക സന്ദേശങ്ങൾ പറയുമ്പം ഇന്നത്തെ സെക്ഷനകത്ത് തലമുറകൾക്കായിരിക്കും ഏറ്റവും വലിയ വിടുതൽ. സ്തോത്രം. പിശാച് വ്യക്തികളോട് പോരാടാറുണ്ട്. നിങ്ങൾ ചിലരുടെ സമ്പത്തിനോടാണ് പിശാചിൻ്റെ പോരാട്ടം. കാര്യം ഒരിക്കലും അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകുകയില്ല. ചിലർക്ക് സമ്പത്തിനോടല്ല, ആരോഗ്യത്തോടാണ്. കാര്യം എന്നും ആശുപത്രിയിലാണ്, എന്നും മരുന്ന, എന്നും മാറി മാറി രോഗമാണ്. ഇന്ന് അലോപ്പതിയിലാണ്, നാളെ ആയുർവേദത്തിലാണ്, മറ്റേനാൾ പ്രകൃതി ചികിത്സയിലാണ്. സ്തോത്രം. വർഷങ്ങളായിട്ട് രോഗം മാറാത്ത ശരീരങ്ങളുണ്ട്. അപ്പോൾ അവരോട് രോഗത്തിനാണ് അവരോട് പോരാടുന്നവരുടെ ആരോഗ്യത്തോടാണ്. വേറെ ചിലരോട് ആരോഗ്യത്തോടും പോരാട്ടമില്ല, സമ്പത്തിനോടും പോരാട്ടമില്ല, അവരുടെ മാനസിക നിലയോടാണ് പോരാട്ടം. എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ വീടുണ്ടെങ്കിലും നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, എത്ര നല്ല ആഹാരം വെച്ചാലും സമാധാനത്തോടെ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈയിടെ ഒരു കോടീശ്വരനായ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ, അവിടെ സ്തോത്രം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ നിർബന്ധിച്ച് കഴിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പം ഈ കഴിക്കുന്ന സമയത്ത് കോളേജിൽ പഠിപ്പിക്കുന്നൊരു മോളുണ്ട് അവർക്ക്. ആ മോള് ഉച്ചയ്ക്ക് സ്തോത്രം 1:45 2 മണിയായപ്പോൾ ആ മോള് കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവൾ അന്നേരം വന്നേക്കാരൊക്കെ അവധി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കഴിക്കാനിരുന്നു. അപ്പോൾ ഇവരും വന്ന് കഴിക്കാനിരുന്നു, ഈ മോളും വന്ന് കഴിക്കാനിരുന്നു. അപ്പം പരിചയപ്പെടുത്തി, പാസ്റ്ററാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പം സ്തോത്രം ഫുഡിന് മുമ്പിൽ വന്നിരുന്ന് വെച്ച് അവൾ ഇടച്ചയിലൂടെ നോക്കുക, പറയാം, നിന്നോടാ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ. ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അപ്പനും അമ്മയും ഈ മോളും മോനും, അവൾ നിൽക്കുന്ന സൈഡിൽ ആരുമില്ല. അന്നേരം അപ്പം പറഞ്ഞു, അവൾ ഇങ്ങനെ, അവൾ ആരാണ്ടേ കാണുന്നുണ്ട്. സ്തോത്രം. അത് ഇറങ്ങിപ്പോകാൻ പറയുക. അത് കൂടെ പറയാറുണ്ട്, മിക്കവാറും കഴിക്കാണ്ടിരിക്കുമ്പോഴാണ് പറയാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ ചില ബാധകളൊക്കെ ഇല്ലാതെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും ധന്യകരം. സ്തോത്രം. നിങ്ങൾക്ക് കോടികളൊന്നും ബാങ്കിൽ ഇട്ടില്ലെങ്കിലും സ്തോത്രം, നിങ്ങൾക്ക് 10 ഏക്കർ തോട്ടം ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടല്ലോ.